ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടുന്ന് സെഷൻസ് കോടതിയിലേക്ക് അയക്കുകയായിരുന്നു. പിന്നീട് അവിടെയും അവരുടെ ഹർജി തള്ളുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. അതും ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ? എന്താണ് കോടതി നിർദ്ദേശം? ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നുള്ള തരത്തിൽ മിനിറ്റ്സിൽ കൃത്യമായി ഇടപെടൽ ജയശ്രീ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ 2-3 അറസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഒരുപക്ഷെ ജയശ്രീയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. നേരത്തെ തന്നെ എസ്ഐറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതാണ്. അപ്പോഴാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതി സെഷൻസ് കോടതിയെ സമീപിക്കാനും സെഷൻസ് കോടതി അവരുടെ ജാമ്യാപേക്ഷ തള്ളുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ കിഡ്നി മാറ്റിവെച്ചതാണ്. അത് ഒരു നേരം പോലും മുടങ്ങാതെ മരുന്ന് കഴിക്കണം എന്നതുൾപ്പെടെയുള്ള നിരവധി അതിന്റെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെ അവർ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയതാണ്. എന്തായാലും ഇത്തരം ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്, ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അതേപോലെ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് ഒരു സെക്രട്ടറിയുടെ ചുമതല. അത് മാത്രമാണ് താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു മാൽ പ്രാക്ടീസ് ഇതിനകത്ത് നടത്തിയിട്ടില്ല. തന്റെ അറിവോട് കൂടിയല്ല ഇത്തരമുള്ള ഒരു മാൽ പ്രാക്ടീസിന്, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു ഗൂഢാലോചന ഇതിന് പുറകിൽ നടന്നിട്ടുണ്ടെങ്കിൽ താൻ ആ ഗൂഢാലോചനയുടെ, ആ നീക്കത്തിന്റെ, അത്തരം ഒരു ആസൂത്രണത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് ഒരു ഉത്തരവ്, ഒരു ബോർഡ് തീരുമാനം നടപ്പാക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ജയശ്രീ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. എന്തായാലും ആ വിഷയത്തിൽ ഹൈക്കോടതി താൽക്കാലികമായി അവരുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു. ചൊവ്വാഴ്ച വരെ സമയമുണ്ട്. ചൊവ്വാഴ്ച ഈ ഹർജിയിൽ ഹൈക്കോടതി വളരെ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നൊരു നിരീക്ഷണം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിച്ച് വിശദമായി വാദം കേട്ട ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക കോടതി. ശരി മുസ്തഫ.